ജാലേശ്വർ എന്ന് പറയുന്ന ഇടവകയില് ഈ ഇടവക തന്നെ സ്ഥാപിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സമയമാണ്. 50 വർഷത്തോളമായി. അപ്പൊ ആ ഇടവകയുടെ കീഴിലുള്ള ഒരു ഗ്രാമത്തിൽ നമ്മുടെ അച്ഛന്മാര് പിന്നെ അവിടുത്തെ വീട്ടിൽ 2 പേര് മരിച്ചിട്ട് അതിന്റെ മരണാനന്തര ക്രിയകൾ സാധാരണ ഇവരുടെ കഷ്ടമനുസരിച്ച് മരണാനന്തര ക്രിയ ഉണ്ട്. അപ്പൊ കുർബാനയും പ്രാർത്ഥനയും ചൊല്ലി വീട് വെഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വിളിച്ചു. അതിനോട് അച്ഛന്മാര് പോയി. വൈകിട്ടാണ് വെച്ചിരുന്ന പ്രോഗ്രാം. ഏകദേശം 5 മണിക്കാണ് വെച്ചിരുന്നത്. പക്ഷെ ആളുകൾക്ക് കൃഷിയുടെ സമയമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാറ് നടാനുള്ള സമയമായതുകൊണ്ട് അവര് അത് കഴിഞ്ഞ് വന്നപ്പോൾ വൈകി. അതുകൊണ്ട് 7 മണിയൊക്കെയാണ് അവർക്ക് കുർബാന തുടങ്ങാൻ പറ്റിയത്. അപ്പൊ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞതിന് ശേഷം അവർക്ക് സാധാരണ അവരുടെ കഷ്ടമനുസരിച്ച് ഈ മരണാനന്തര ചടങ്ങായതുകൊണ്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്താണ് 2 അച്ഛന്മാരുണ്ടായിരുന്നു. അതുപോലെ കാറ്റഗിസ്റ്റ് ഉണ്ടായിരുന്നു, 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്ന സമയത്ത്, ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഇവര് പോകുന്നതും എല്ലാം കണ്ടുകൊണ്ട് ഓർഗനൈസ് ചെയ്തതാണെന്ന് തോന്നുന്നു. കുറച്ചു പേര് അവിടെ നിന്ന് തടഞ്ഞു നിർത്തിയവരെ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ള മുഴുവൻ ക്രൈസ്തവരും വന്നു അച്ഛന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ അവര് തടഞ്ഞു നിർത്തി. അച്ഛന്മാര് വണ്ടിയിൽ നിന്ന് പിടിച്ചു വലിച്ചിറക്കി, സിസ്റ്റേഴ്സിനെ ഇറക്കി. എന്നിട്ട് പിന്നെ കയ്യേറ്റം ചെയ്തു. ഒരച്ഛന് 2-3 തല്ലുകൊണ്ടു. അതുപോലെ കാറ്റഗിസ്റ്റിനെ ഒത്തിരി മർദ്ദിച്ചു. കാറ്റഗിസ്റ്റിന്റെ ഷർട്ടൊക്കെ കീറി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മോട്ടോർ ബൈക്ക് അതിന്റെ ഫ്യൂൽ പമ്പൊക്കെ വലിച്ചു പറിച്ച് അതിന്റെ താക്കോലൊക്കെ എടുത്തുകൊണ്ട് പോയി. അച്ഛന്റെ അവിടുത്തെ വികാരിയായിരുന്ന അച്ഛന്റെ കയ്യിൽ നിന്നും അതുപോലെ ഡ്രൈവറിന്റെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിപ്പറിച്ചെടുത്തവര്. അങ്ങനെ അവർ കൊണ്ടുവന്ന് അങ്ങനെ അവർ പല വിധത്തിൽ ആക്രോശിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈവൻ ക്രൈസ്തവരുടെ ഇടയ്ക്ക് പോലും നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വന്നത്, നിങ്ങൾ എന്തിനാണ് പോയത്, നിങ്ങൾ മതപരിവർത്തനം നടത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആക്രോശിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ വന്നിട്ട് ഞങ്ങൾ ക്രൈസ്തവരാണ്, ഞങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്, ഞങ്ങളുടെ ഇങ്ങനെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ് എന്നവർ പറഞ്ഞിട്ടും അവരത് കേട്ടില്ല, കൂട്ടാക്കില്ല. അപ്പൊ അങ്ങനെ തർക്കിച്ചുകൊണ്ടും അവരെ ഉപദ്രവിച്ചുകൊണ്ടും ഇവരോട് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടും കുറെ നേരം നിന്നു. അങ്ങനെ 1 മണിക്കൂർ ആയപ്പോഴത്തേക്കുമാണ് പോലീസ് വന്നു കഴിഞ്ഞപ്പോ കുറച്ച് ശേഷം പോലീസ് പറഞ്ഞു ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പോയി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞു ഇനിയും അവരൊക്കെ പോയതുകൊണ്ട് ഇനി FIR ഒന്നും ആവശ്യമില്ല, അത് കാരണം ഞങ്ങൾ തിരിച്ചു പൊക്കോ, നിങ്ങൾ പള്ളി പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതിപ്പോ ഈ രൂപതയിൽ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ അവിടെ ആയിട്ട് ഇങ്ങനെ അച്ഛന്മാരെ ത്രട്ടൻ ചെയ്യുക, എവിടെ പോവാണ്, എന്ത് ചെയ്യണം, മതപരിവർത്തനം നടത്തല്ലേ എന്നൊക്കെ പറഞ്ഞ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഇതുപോലെ ത്രട്ടൻ ചെയ്യുന്നതും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഒക്കെ പല സ്ഥലത്തായിട്ട് ആവർത്തിക്കുന്നുണ്ട്. ഇതിനെ തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടും അതുപോലെ ഏത് മതത്തിലുള്ളവരെല്ലാം അവരുടെ ജീവിതം നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ വിശ്വാസം ജീവിക്കാനുമുള്ള ആ റൈറ്റിന് എതിരായിട്ടുള്ളതാണ്. അതിനെ തീർച്ചയായിട്ടും അവലംബിക്കുന്നു. അതോടൊപ്പം തന്നെ അധികാരികൾ ഇങ്ങനെയുള്ളവരെ നിലയ്ക്ക് നിർത്തും. കാരണം ഇവർ ചില ആക്രോശിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ BJD ഗവൺമെന്റ് അല്ല, ഇപ്പൊ BJP ഗവൺമെന്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ തോന്നിയത് ചെയ്യുന്നുള്ള വിധത്തിലുള്ള ഒരു ആക്രോശിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത്. അതിന്റെ അധികാരികൾ വേണ്ട സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിതാവ്, ഈ ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്താറുണ്ട്. അവരുടെ ഒരു സൈഡിൽ നിന്നുള്ളൊരു മനോഭാവം എങ്ങനെയാണ് പിതാവ്? നമ്മളത് ഈ വിഷയങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കും. ചിലയിടത്തൊക്കെ നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അവര് കുഴപ്പമില്ല, ഞങ്ങൾ വേണ്ട നോക്കിയോളാം, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോ പോലീസ് അത് വേണ്ട ക്രമങ്ങൾ ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഇപ്പൊ സംഭവം നടന്നപ്പോ ഒരു പോലീസ് നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് വളരെ എന്താണ് തെളിവ്, നിങ്ങളുടെ ആധാർ കാർഡ് ക്രിസ്ത്യാനിന്ന് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലർ അത് അനുസരിച്ചാണ് കൂടുതൽ ഇങ്ങനെ ചെറിയ ഇത് വന്നപ്പോ ഞങ്ങൾ ഒത്തിരി ഒന്നും കംപ്ലൈന്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇതിനായാലും ഇതുവരെ FIR ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. ഇപ്പൊ അവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യണം, കംപ്ലൈന്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള 2 വിധത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ചിലർ സപ്പോർട്ട് ചെയ്യും, ചിലർ
ചിലര് ഇതിനെ ഇതുപോലെ അവരുടെ കൂട്ടത്തിൽ കൂടുന്നവരുണ്ട്. ഓക്കെ. ആ. ഇന്നലത്തേതും ഇപ്പോ പോലീസുകാർ ഒരുവിധം നല്ലപോലെ പ്രതികരിച്ചതുകൊണ്ടാണ് അച്ഛന്മാരെ ഇടയ്ക്ക് വിട്ടഴിക്കാൻ സാധിച്ചത്. ആ ആ ആ ആ ഓക്കെ 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 പിതാവേ. താങ്ക് യു പിതാവേ. ഓക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. താങ്ക് യു. താങ്ക് യു.